So module 2 നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തായിരുന്നു. About buoyancy, center of buoyancy, then metacentric height, then experimental determination of metacentric height and related problems ചെയ്തായിരുന്നു. പിന്നെ അനലിറ്റിക്കൽ മെത്തേഡ് ഞാൻ പറഞ്ഞായിരുന്നു, വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ വ്യൂ ചെയ്യണം. അപ്പോൾ അത് റിലേറ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പ്രോബ്ലം ആണ് പറയുന്നുള്ളൂ. അപ്പോൾ അതുപോലത്തെ വർക്കൗട്ട് ചെയ്ത പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും ഓർത്തിരിക്കണം, ഈ മെറ്റാസെൻട്രിക് ഹൈറ്റ് ജി എമ്മിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതൊരു ന്യൂട്രൽ ഇക്വിലിബ്രിയം സ്റ്റേറ്റിലായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. ഇനി ജി എമ്മിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ ലെസ് ദാൻ അല്ല, ജി എമ്മിൻ്റെ വാല്യൂ പോസിറ്റീവ് വാല്യൂ ആണെങ്കിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും, നെഗറ്റീവ് വാല്യൂ ആയിരിക്കും ആണെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആയിരിക്കും. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ഈ ഒരു ബോളിയുടെ സ്റ്റേറ്റ് എങ്ങനെയാണെന്ന് ചോദിക്കും, സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ജി എമ്മിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. ജി എമ്മിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയം, നെഗറ്റീവ് ആണെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം, ആൻഡ് ലാസ്റ്റ് പോസിറ്റീവ് ഒരു വാല്യൂ ആണെങ്കിൽ അത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണ്. സോ ഇനി ഈ അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്ത് മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞായിരുന്നു അല്ലേ. സോ അതിൻ്റെ ഇക്വേഷൻ ഓർത്തിരുന്നോണ്ട് ജി എം ഇസ് ഈക്വൽ ടു ഐ ബൈ വി ബാർ മൈനസ് ബി ജി എന്നാണ് ഇക്വേഷൻ. ഇനി ഇക്വേഷൻ എഴുതാം. അപ്പോൾ ഇത് ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഉള്ളിൽ നമ്മുടെ ബോഡിയുടെ ഡയമെൻഷൻസും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഒരു ഫ്ലോട്ടിംഗ് ബോഡി ഉണ്ട്, ആ ബോഡിയുടെ ലെങ്ത്, വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളോട് പറയും അതിൻ്റെ മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയും. സോ അതിൻ്റെ ജോമെട്രിക് പ്രോപ്പർട്ടീസ്, ജോമെട്രി കാര്യങ്ങളെല്ലാം തന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് തിയററ്റിക്കൽ നമുക്ക് എങ്ങനെയാണ് മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അനലിറ്റിക്കൽ മെത്തേഡ് യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ്. സോ ഓരോ ടേംസ് എന്താണെന്ന് നോക്കിക്കോളണം. ഐ ബൈ വി ബാർ മൈനസ് ബി ജി എന്നാണ് ഇക്വേഷൻ. സോ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഐ ഡിനോട്ട്സ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ, റൈറ്റ്. സോ നമുക്ക് ഏത് സെക്ഷൻ്റെ എവിടെയുള്ള ഏത് ആക്സിസിന് ഇമ്പോർട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് അറിയില്ല. അപ്പോൾ അത് പ്രോബ്ലം ചെയ്യാനൊക്കെ പറഞ്ഞു തരാം. അത് ജസ്റ്റ് ഒരു മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ള ഓർത്തിരിക്കാം. സോ പ്ലാൻ വ്യൂവിൽ വൈ ആക്സിസിന് എബോട്ട്, സെൻട്രോയിഡൽ വൈ ആക്സിസിന് എബോട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ക്യാപിറ്റൽ ഐ. സോ പ്ലാൻ വ്യൂവിൽ എന്തൊക്കെ കാണുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഉള്ളത് വി ബാർ ആണ്. വി ബാർ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ വോളിയം ഓഫ് ദ ബോഡി ദാറ്റ് ഈസ് സബ്മേർജ്ഡ് ഇൻ വാട്ടർ. വാട്ടറിൻ്റെ ഉള്ളിൽ കിടക്കുന്ന, ഇപ്പം നമുക്കറിയാം ഫ്ലോട്ട് ചെയ്യുന്ന ബോഡി ആകുമ്പോൾ കുറച്ച് പോർഷൻ ബോഡി എങ്ങനെയായിരിക്കും, വാട്ടറിൻ്റെ ഉള്ളിലായിരിക്കും. സോ വാട്ടറിൻ്റെ ഉള്ളിലുള്ള ബോഡിയുടെ വോളിയാണ് വി ബാർ. പിന്നെയുള്ള ടേമാണ് ബി ജി. ബി ജി മീൻസ് ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ബോയൻസി ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും ഒരു ബോഡിയുടെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയുടെയും സെൻറ്റർ ഓഫ് ബോയൻസിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് ബി ജി. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രോബ്ലംസ് വരാമെന്ന് പറഞ്ഞുതരാം. നമുക്കൊരു റെക്റ്റാങ്കിൾ ബോഡിയുടെയും ഡയമെൻഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ ഡെപ്ത് ഓഫ് ഇമേർഷൻ എത്രയാണ് തന്നിട്ടുണ്ടായിരിക്കും. ഡെപ്ത് ഓഫ് ഇമേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഡെപ്തിൽ ഈ വാട്ടറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡിൻ്റെ ഉള്ളിൽ ഈ ബോഡി കിടക്കുന്നുണ്ട്, അതാണ് ഡെപ്ത് ഓഫ് ഇമേർഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏത് ഫ്ലൂയിഡിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്, ഫ്ലൂയിഡ് ഏതാണെന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ അതിൻ്റെ എന്തെങ്കിലും ക്ലൂസ് ഒക്കെ ഉണ്ടെങ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലൂസ് തന്നിട്ടുണ്ടായിരിക്കും. മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറയും. ഒന്നെങ്കിൽ ഡയറക്റ്റ് മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ ഈ ഏത് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ആണെന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഏത് സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, നമുക്ക് മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിച്ചിട്ട് 0 ആണെങ്കിൽ, നെഗറ്റീവ് ആണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിൽ എങ്ങനെയാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. അത് നോട്ട് ചെയ്തിട്ട് പ്രോബ്ലം പ്രൊസീഡ് ചെയ്താണ് പോകേണ്ടത്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് മെറ്റാസെൻട്രിക് ഹൈറ്റ് എന്ന് തന്നില്ല, അതിന് പകരം സ്റ്റേറ്റ് ഓഫ് ഇക്വിലിബ്രിയം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയുവാണെങ്കിൽ മെറ്റാസെൻട്രിക് ഹൈറ്റ് കണ്ടുപിടിച്ചാൽ മാത്രമാണ് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കും. So a rectangle pontoon 5 meter long, 3 meter wide and 1.2 meter high. The depth of immersion on the pontoon is 0.8 meter in seawater. If the center of gravity is 0.6 meter above the bottom of the pontoon, determine the metacentric height. The density of seawater is equal to 1025 kg per meter cube. സോ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പോണ്ടൂൺ എന്ന് പറഞ്ഞൊരു ഫ്ലോട്ടിംഗ് ബോഡി എന്നുള്ള മീനിങ് ആണ്. സോ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഒരു ബോഡി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കാര്യങ്ങളെല്ലാം തന്നിട്ടുണ്ട്. സോ നോർമലി നമ്മളിങ്ങനെ പ്രോബ്ലം ചെയ്യുമ്പോൾ സാധാരണ ഒരു ലെങ്ത്തും വിഡ്ത്തും ഡെപ്തൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ
ഈ ഒരു ഷേപ്പിൽ കിടക്കുകയെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതായത് അതിൻ്റെ നീളം വാട്ടറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ തലയും കുത്തിയല്ല, നീട്ടം ഇങ്ങനെ ഇരിക്കുന്ന രീതിയിലല്ല നമ്മൾ അസ്യൂം ചെയ്യാറ്. സാധാരണ പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ ഇമേഴ്സ് ചെയ്തു, ഇങ്ങനെ വാട്ടറിൻ്റെ ഉള്ളിലാണെന്നല്ല നമ്മൾ സാധാരണ അസ്യൂം ചെയ്യുന്നത്. ഇങ്ങനെ ഒരു ഷേപ്പിൽ, അതായത് കിടത്തിയിടില്ലേ നമ്മൾ വുഡ്, അതുപോലെയാണ് ഫ്ലോട്ട് ചെയ്യുക എന്ന രീതിയിലാണ് നമ്മൾ സാധാരണ പ്രോബ്ലംസ് പ്രൊസീഡ് ചെയ്യാറുള്ളത്. മെയിനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, if the center of gravity is 0.6 meter above the bottom of the pontoon. So പോണ്ടൂണിൻ്റെ ബോട്ടത്തിൽ നിന്ന് 0.6 മീറ്റർ മാറിയിട്ടാണ് സെൻട്രോഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരു ക്ലൂ തന്നേക്കുവാണ്, അതിൻ്റെ ഹൈറ്റ് ആണ് 1.2 ആയിട്ട് വന്നിട്ടുള്ളത്. സോ ഹൈറ്റിൻ്റെ സെൻറ്ററിൽ, ഓക്കെ, ഹൈറ്റിൻ്റെ ഇങ്ങനെ കിടന്നാലാണ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ബോട്ടത്തിൽ നിന്ന് 0.6 ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ എന്തെങ്കിലും ക്ലൂ തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഹൈറ്റ് ഇങ്ങനെ കിടക്കാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഹൈറ്റിൻ്റെ ബോട്ടത്തിൽ നിന്ന് ഹൈറ്റിൻ്റെ ഈ സെൻറ്റർ ഡിസ്റ്റൻസിലാണ് ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എടുക്കുന്നത് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊന്നും പ്രത്യേകം പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വേണം പ്രോബ്ലം പ്രൊസീഡ് ചെയ്ത് പോകാനായിട്ട്. കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിന് നോക്കുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ എന്താണ് നിങ്ങൾ നോക്കണം. ഫ്രണ്ട് വ്യൂ അല്ലെങ്കിൽ ഈ ജസ്റ്റ് ഈ സൈഡ് വ്യൂവിൽ എന്താണ് കാണുന്നതെന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ ബാക്കിലേക്ക് എന്താ ഉള്ളത്, ഈ ലെങ്ത്തിൽ എന്താ ഉള്ളത്, ഈ ലെങ്ത്തിൽ നമുക്ക് വുഡൻ ഫ്ലോട്ടിംഗ് ബോഡി ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ജസ്റ്റ് സൈഡ് വ്യൂ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ, ഈ വ്യൂ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇനി ഈ വ്യൂവിൽ എന്തൊക്കെ വരും എന്നുള്ളത് നോട്ട് ചെയ്യുക. അതിൻ്റെ വിഡ്ത്തും ഇതിൻ്റെ ഹൈറ്റും വരും. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 1.2 അല്ലേ, 1.2 വരും. ഈ വിഡ്ത്തും വരും. വിഡ്ത്ത് എന്താണ്, 5 ആണ്, 3 ആണോ, 3 മീറ്റർ വൈഡ് അല്ലേ. സോ 3യും ഹൈറ്റും വെച്ചിട്ട് ആദ്യത്തെ സാധനം നമ്മൾ മൈൻഡ് ചെയ്യരുത്, ലോങ് എത്രമാത്രം ലോങ് ആണെന്ന് മൈൻഡ് ചെയ്യേണ്ട. ഇപ്പം എന്ത് ചെയ്യുക, ആ സൈഡിൽ കാണുന്ന 3 മീറ്ററും 1.2 മീറ്ററും മാത്രമേ ഉള്ളൂ. സോ അതിനനുസരിച്ച് നിങ്ങൾ ഈ ഒരു വ്യൂ വരയ്ക്കാം. പിന്നെ നമ്മൾ ടോപ്പിൽ നോക്കുമ്പോൾ എന്തായിരിക്കും കാണുക, മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ എന്തായിരിക്കും കാണുന്നത്, അതിൻ്റെ വിഡ്ത്തും കാണും, ഈ വിഡ്ത്ത് ഇതും കാണും, അതിൻ്റെ ലെങ്ത്തും കാണും. ശരിയല്ലേ, പുറകിലേക്കാണ് എൻ്റെ ലെങ്ത്ത് കിടക്കുന്നത്, പ്ലാൻ വ്യൂവിലാണ് കാണാൻ പറ്റുള്ളൂ. സോ ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്, ഇത് 3 ആണെങ്കിൽ ഇത് 3 ആയിട്ട് വരച്ചു കഴിഞ്ഞാൽ ആ സെയിം പ്രൊപ്പോർഷൻ തന്നെ ഇവിടെ 3 മാർക്ക് ചെയ്യുക, ഇങ്ങോട്ടേക്ക് 5 മാർക്ക് ചെയ്യുക. 5ഉം 3യും മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ സെൻട്രോഡൽ ആക്സിസും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യും. ഓക്കെ, സോ പ്ലാൻ വ്യൂവിൽ എന്താണോ നമ്മൾ കാണുന്നത്, ആ പ്ലാൻ വ്യൂവിൽ ഇപ്പോൾ ഇതൊരു റെക്റ്റാങ്കിൾ പോണ്ടൂൺ ആയാലും റെക്റ്റാങ്കിൾ ആയിരിക്കും കാണുന്നത് പ്ലാനിൽ. സോ ആ റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോഡൽ ആക്സിസ്, സെൻട്രോഡൽ വൈ ആക്സിസിന് എബോട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് ഈ കേസിൽ ഇക്വേഷനുള്ളിൽ ഐ എന്ന് വരുന്നത്. സോ ഇക്വേഷൻ അപ്പോൾ ഓർത്തോളണം, d(bq/12) എന്നാണ് ഇക്വേഷൻ. ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഡയമെൻഷൻ, അല്ലെങ്കിൽ എങ്ങനെ ഓർക്കാം, ലെങ്ത്. ഓക്കെ, സോ ആ ലെങ്ത് ഇൻറ്റു വിഡ്ത്ത് ക്യൂബ് ഡിവൈഡ് ബൈ 12 എങ്ങനെ ഓർത്തിരുന്നാലും കുഴപ്പമില്ല. ഇനി ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതൊരു സിലിണ്ടർ ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കും, ഒരു സിലിണ്ടറിക്കൽ പോണ്ടൂനാന്ന് തന്നിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ അസ്യൂം ചെയ്യേണ്ടത് ഈ ഒരു ബോഡി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യാമെന്ന് മാത്രം അസ്യൂം ചെയ്യാം. നിങ്ങൾക്ക് പ്രോബ്ലം പ്രൊസീഡ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഇങ്ങനത്തെ ഷേപ്പിലാണ് സാധാരണ നമ്മൾ അങ്ങനെ വരയ്ക്കാറായിട്ടുള്ളത്, പ്രോബ്ലംസ് തരാറായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഈ ഷേപ്പിൽ ഫ്ലോട്ട് ചെയ്യുകയാണ്, ഇനി വെർട്ടിക്കലായിട്ട് ഫ്ലോട്ട് ചെയ്യാമെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഫ്രണ്ട് വ്യൂവിൽ എന്ത് കാണും, ഇതുപോലെ തന്നെ റെക്റ്റാങ്കിൾ കാണും. ടോപ്പ് വ്യൂവിൽ ഈ താഴെ ഈ പോർഷനിൽ എന്തായിരിക്കും, ഈ പോർഷനിലായിട്ട് ഒരു സർക്കിളും കാണും. അപ്പോൾ 2 ഓപ്ഷൻസ് ആണ് മെയിൻലി ഉള്ളത്. ഒന്നെങ്കിൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ സെൻട്രോഡൽ ആക്സിസിനെ പോയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും. പിന്നെ അതല്ല സിലിണ്ടർ ആണെങ്കിൽ സിലിണ്ടറിൻ്റെ കേസിൽ അതിൻ്റെ സിലിണ്ടറിൻ്റെ സെൻട്രോഡൽ വൈ ആക്സിസിനെ പോയിട്ടായിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആയിരിക്കും ഐയുടെ പ്ലേസിൽ വരിക. സോ ദ ഇക്വേഷൻ ഇസ് if the plan view is circular shape, then the equation is pi r raised to 4/4. So r എന്താണെന്ന് പ്രോപ്പർ ആയിട്ട് നോക്കിയിട്ട് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം, അത് എളുപ്പമുള്ളൊരു പ്രോബ്ലം ആണ്. ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻറ്റർ ഓഫ് ബോയൻസിയും പ്രോപ്പറായിട്ട് മാർക്ക്. സോ നമുക്കറിയാം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എപ്പോഴും എവിടെയായിരിക്കും, ഈ ഒരു വ്യൂവിൻ്റെ പകുതിയായിട്ട് മാർക്ക് ചെയ്യുക. ഇത് 1.2 ആണ്, ഇതിൻ്റെ പകുതിയായിട്ട്, താഴെ നിന്ന് 0.6 ക്വസ്റ്റിന് ക്ലൂ ആയിട്ട് തന്നിട്ടുണ്ട്. സെൻറ്റർ ഓഫ് ബോയൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോളം, ഡെപ്ത് ഓഫ് ഇമേർഷൻ 0.8 അല്ലേ, അതായത് ഈ ഒരു ഡിസ്റ്റൻസ് 0.8 ആണ്. ഈ ഹൈറ്റിൻ്റെ പകുതിയായിട്ട് അതിൻ്റെ സെൻറ്റർ ഓഫ് ബോയൻസി മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ. സോ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഈ വുഡൻ ബ്ലോക്കിൻ്റെ ഹൈറ്റിൻ്റെ സെൻറ്ററിലാണ്. ഇനി സെൻറ്റർ ഓഫ് ബൊയാൻസി എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ഇമേർഷൻ 0.8 ആണെങ്കിൽ ഈ 0.8ൻ്റെ പകുതി ഡിസ്റ്റൻസ്, അതായത് ബോട്ടത്തിൽ നിന്ന് 0.4 മീറ്റർ മാറിയിട്ടായിരിക്കും സെൻറ്റർ ഓഫ് ബോയൻസി. കാര്യം ശ്രദ്ധിക്കണം. പിന്നെ ബിയും മാർക്ക് ചെയ്തു, ജിയും മാർക്ക് ചെയ്തു. ബി ജി ഇക്വേഷനിലൂടെ ഞാൻ ബി ജി എന്ന് എഴുതിയായിരുന്നു. ഈ ബി ജി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ സെൻറ്റർ ഓഫ് ബോയൻസി ആൻഡ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി.
അത് കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് ബോട്ടം ഈ പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിന് എ എന്ന് ഞാൻ പേര് കൊടുത്തു. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ബി ജി വേണമെങ്കിൽ കണ്ടുപിടിച്ച് വെക്കാം. ബി ജി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ബി ജി ഇസ് ഈക്വൽ ടു എഴുതാൻ ശരിയാണ് നോക്കണം കേട്ടോ. ബി ജി ഇസ് ഈക്വൽ ടു എ ജി മൈനസ് എ ബി. കറക്റ്റ് ആണോ? എ ജി മൈനസ് എ ബി കറക്റ്റ് അല്ലേ? സോ എ ബി അല്ല, എ ജി ഇത്ര വേണ്ടല്ലോ. എ ജി മൈനസ് എ ബി എന്ന് പറഞ്ഞാലാണ് ബി ജി ആയിട്ട് വരുന്നത്. ദാറ്റ് ഇസ് 0.4 മൈനസ് 0.6 മൈനസ് 0.4 ഫിഗറിൽ നിന്ന് തന്നെ കിട്ടുന്ന കാര്യമാണ് 0.1. അപ്പോൾ ആ കാര്യം ക്ലിയർ ആയി. പിന്നെ ഉള്ളത് ഐ വൈ ആണ്, ഐയുടെ വാല്യൂ ആണ്. ഐ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡി ബി ക്യൂ ബൈ 12 എന്നല്ല പറഞ്ഞത്. സോ ഡിയുടെ വാല്യൂ 5 ആണ്, ബിയുടെ വാല്യൂ 3 ആണ്. സോ 5 ഇൻറ്റു 3 ക്യൂ ബൈ 12 വരും. പിന്നെ ഉള്ളത് വി ബാർ ആണ്. വി ബാർ എന്ന് പറയുകയാണെങ്കിൽ എ വോളിയം ഓഫ് ബോഡി ദാറ്റ് ഇസ് സബ്മേഴ്സ്ഡ് ഇൻ വാട്ടർ അല്ലേ? അപ്പോൾ അത് എപ്പോഴും ഓർത്തോണം. ഇപ്പോൾ റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു ബോഡി ആണെങ്കിൽ ഈ ഒരു ഇത്രയും പോർഷനാണ് വെള്ളത്തിൻ്റെ ഉള്ളിലുള്ള ഇത്രയും പോർഷൻ, ഇതും ബാക്കിലേക്ക് അതിൻ്റെ ലെങ്ത് ഉണ്ട്. സോ അതിൻ്റെ വോളിയം എന്തായിരിക്കും? അപ്പോൾ ഈ വെള്ളത്തിനുള്ള പോർഷൻ്റെ ഏരിയ നമ്മൾ നോട്ട് ചെയ്യുക, 3 ഇൻറ്റു 0.8 അല്ലേ? സോ 3 അതിൻ്റെ വിഡ്ത്ത് ഇൻറ്റു ഡെപ്ത് ഓഫ് ഇമേർഷൻ 0.8 വരും. അത് വോളിയം ആയോ? ഇല്ല, ഇത്രയും ബാക്കിലേക്ക് ഉണ്ടല്ലോ. സോ അതിൻ്റെ ലെങ്ത് പുറകിലേക്കുണ്ട്. സോ ഇൻറ്റു അതിൻ്റെ ലെങ്ത് ചെയ്യണം, ദാറ്റ് ഇസ് 5. ഇതാണ് വി ബാർ. സോ നമുക്ക് എല്ലാ ടേംസും അറിയാം. ജസ്റ്റ് ഒന്ന് പ്രൊസീഡ് ചെയ്ത് പോയാൽ മാത്രം മതി. കണ്ടോ, എ ജി എ ബി ഒക്കെ എഴുതി നമ്മൾ ആദ്യം ബി ജി കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഇക്വേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് എഴുതി ഐ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക, വി ബാർ എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒരു പോസിറ്റീവ് ആൻസറിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞത് സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷനുള്ള ഒരു ബോഡിയാണെന്നാണ്. 0 ആണെങ്കിൽ ന്യൂട്രൽ ഇക്വിലിബ്രിയം, ഒരു നെഗറ്റീവ് വാല്യൂ ആണെങ്കിൽ അത് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അങ്ങനത്തെ പ്രോബ്ലം വന്നാലും തെറ്റിച്ചറിയരുത്. ഇനി വേറൊരു ഓപ്ഷൻ ഉള്ളത്, ചിലപ്പോൾ നമുക്കിങ്ങനെ ഈ എന്താണ് വുഡിൻ്റെ ഏത് ബ്ലോക്കാണ് ബ്ലോക്കിൻ്റെ ഡയമെൻഷൻസ് ഒക്കെ ഇതുപോലെ തന്നെ തരും. അതായത് എത്ര വൈഡാണ്, ഇത്ര ഹൈറ്റിലുണ്ട്, അതിൻ്റെ ലെങ്ത് എത്രയാണെന്നൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡെപ്ത് ഓഫ് ഇമേർഷൻ തരില്ല. മറ്റേ ക്വസ്റ്റ്യനിൽ ഡെപ്ത് ഓഫ് ഇമേർഷൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ? ഹൈറ്റ് 1.2, ഡെപ്ത് ഓഫ് ഇമേർഷൻ 0.8 ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ചില പ്രോബ്ലത്തിൽ ഡെപ്ത് ഓഫ് ഇമേർഷൻ തരില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. അതിന് പകരമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ വുഡിൻ്റെ ഏതാണോ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ആ വുഡൻ മെറ്റീരിയൽ, എന്ത് മെറ്റീരിയലാണെങ്കിൽ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ടായിരിക്കും. പിന്നെ ഇത് ഒന്നെങ്കിൽ വാട്ടർ ആയിരിക്കും, അല്ലെങ്കിൽ സീ വാട്ടർ അല്ലാണെങ്കിൽ അതിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റിയും തന്നിട്ടുണ്ടായിരിക്കും. തന്നിട്ടില്ല 1.03 ആയിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക. ഇനി ഇങ്ങനത്തെ ഒരു റിലേഷൻ അറിയാമെങ്കിൽ, അത് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വുഡും സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡും പിന്നെ ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഈ ദിസ് ഹൈറ്റ് ഓഫ് ബോഡിയും അറിയാമെങ്കിൽ നമുക്ക് എച്ചിൻ്റെ വാല്യൂ, ഡെപ്ത് ഓഫ് ഇമേർഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. സോ ഇക്വേഷൻ നിങ്ങൾ എവിടെയും എഴുതി വെച്ചോളാം. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡ് ഇൻറ്റു ഡെപ്ത് ഓഫ് ഇമേർഷൻ എച്ച് ഇസ് ഈക്വൽ ടു specific gravity of body into എന്തായിരിക്കും? height of body. ഈ റിലേഷൻ നിങ്ങൾ ഓർത്തിരുന്നാലും മതി. അപ്പോൾ ഒറ്റയടിക്ക് റിലേഷൻ എഴുതാതെ നിങ്ങൾ എന്ത് ചെയ്യുക, വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ് ഇസ് ഈക്വൽ ടു ഇതാണ് എഴുതേണ്ടത് കേട്ടോ. വെയിറ്റ് ഓഫ് വുഡൻ പീസ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്. ഈ ഒരു കോൺസെപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മളെല്ലാം പ്രൊസീഡ് ചെയ്ത് എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് അത് അത്രയും ക്ലിക്ക് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് റിലേഷൻ എന്തായാലും എഴുതണം. എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ റിലേഷൻ ജസ്റ്റ് ഒന്ന് എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ വാട്ടർ ആണ്, സോ 1 വരും. ഡെപ്ത് ഓഫ് ഇമേർഷൻ എച്ച് എന്ന് വരും, സോ 1 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ എച്ച്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ബോഡി എന്ന് പറഞ്ഞാൽ വുഡിൻ്റെ തന്നിട്ടുണ്ട് 0.7 ആണ്, സോ 0.7 ഇൻറ്റു ഹൈറ്റ് ഓഫ് ദ ബോഡി, അത് 0.8 ആണ്, ഇൻറ്റു 0.8. സോ ഈ ഒരു പോർഷനിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് വാട്ടർ 1 ആണല്ലോ. സോ അതിൻ്റെ എച്ചിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡെപ്ത് ഓഫ് ഇമേർഷൻ ഈ ഒരു ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7 ഇൻറ്റു 0.8 ആണ്, ദാറ്റ് ഇസ് 0.56 ആയിരിക്കും. ബാക്കിയെല്ലാം സാധാരണ പോലെ പ്രൊസീഡ് ചെയ്യുന്ന തൊട്ടുമുമ്പ് എന്താണ് നമ്മൾ പ്രോബ്ലം ചെയ്തത് അതുപോലെ തന്നെ ചെയ്തു പോകാം. കുറേ കൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് നോക്കിയിട്ട് മനസ്സിലാവുന്നെങ്കിൽ ചെയ്യുക. ഓവർ വലിയ കുറച്ചൊരു പ്രോബ്ലംസ് ചെയ്താലും നമുക്ക് എല്ലാം കൂടി ഓർത്തിരിക്കണമെന്നില്ല. അത്യാവശ്യം പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. നോട്ടിൽ തന്നിട്ടുള്ള പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്യുക. അത്യാവശ്യം ഒരു കോൺഫിഡൻസ് ഇങ്ങനത്തെ ടൈപ്സ് എളുപ്പമുള്ള വന്നാൽ ചെയ്യാൻ പാകത്തിന്, അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ചൊക്കെ പോർഷൻസ് ചെയ്യാൻ പാകത്തിന് ഒന്ന് സെറ്റ് ആക്കി എടുക്കാം കേട്ടോ. സോ മൊഡ്യൂൾ 2-ൽ ഇത്രയും ടോപ്പിക്സ് ആണ് മെയിൻലി ഉള്ളത്. ബാക്കിയെല്ലാ ടോപ്പിക്സും ഓൾമോസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ്.